ഇതിൻ്റെ ഇത് പൊട്ടിക്കാൻ എനിക്കിപ്പോഴും അറിയത്തില്ല കേട്ടോ. കടക്കാരൊക്കെ ഒരു സൈഡിൽ നിന്ന് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ട്രന്ന് വലിച്ചെടുക്കുന്ന കാണാം. എനിക്കിപ്പോഴും അറിയത്തില്ല ഇത്. ചില സമയത്തൊക്കെ ഓട്ടോമാറ്റിക് എന്തോ മിസ്റ്റേക്കും ഉണ്ട്, കറക്റ്റായിട്ട് കിട്ടാറുണ്ട്. ഏതോ ഒരു സൈഡിൽ നിന്ന് വലിച്ചാൽ ട്രെന്നും പറഞ്ഞ് വരും. ഇതാണെന്ന് തോന്നുന്നു. ഇതായിരുന്നു. ഇനി അത് കറക്റ്റായി. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അങ്ങനെ അത് പഠിച്ചു. അയ്യോ, ഇത് പവിഴം വടി ചുമന്നരിയാണ്. നമ്മുടെ കടയിൽ അരി മേടിക്കാൻ വരുന്നവർ പലരും പല ബ്രാൻഡുകാരാണ്. പവിഴം, വടി, പിന്നെ എന്താണ് 5 സ്റ്റാർ, 7 സ്റ്റാർ, നിർമ്മൽ, ഗായത്രി, ഇങ്ങനെയൊക്കെ പല ബ്രാൻഡുകാരാണ് കടയിൽ സാധനം എടുക്കാൻ വരുന്നത്. ഞങ്ങൾക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഏതായാലും കഴിക്കാൻ പറ്റുന്നതായിരിക്കണം, അത്രയേ ഉള്ളൂ. ഇത് ചുമന്നരിയ. ഈ ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൂടുതലും റാഗി കൊണ്ട് പല ഐറ്റംസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാനിവിടുന്ന് റാഗിപ്പൊടി സെയിൽ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിച്ചെടുത്ത് പൊടിച്ചെടുത്ത റാഗിയാണ്. ധാരാളം പേര് മേടിക്കുന്നുണ്ട് കേട്ടോ. നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഒത്തിരി നന്ദി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മിക്കവാറും ഇവിടെയും റാഗി ആയിരിക്കും. രാത്രിയിലും ചിലപ്പം റാഗി ഐറ്റംസ് ആയിരിക്കും. റാഗി നമ്മുടെ ശരീരത്തിന് തണുപ്പാണ് കേട്ടോ. ഈ ചൂട് സമയത്തൊക്കെ റാഗി നല്ലതാണ് ശരീരത്തിന് തണുപ്പ് കിട്ടാനായിട്ട്. പിന്നെ ഡയറ്റിങ് ചെയ്യുന്നവർക്കും വളരെ നല്ല ഒരു ചോയ്സാണ് ഈ റാഗി എന്ന് പറയുന്നത്. ഞാൻ ഇതിനകത്ത് മധുരത്തിന് വേണ്ടി അല്പം കരിപ്പോട്ടിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. മധുരം ഇടാതെയും ചെയ്യാം, ഇട്ടും ചെയ്യാം, നമ്മുടെ ഇഷ്ടം. ഞാൻ പല രീതിയിലും ഇപ്പോൾ ഓരോ രീതിയിൽ സ്മൂത്തികൾ ഉണ്ടാക്കുന്നുണ്ട്, കുറുക്ക് പോലെ ഉണ്ടാക്കുന്നുണ്ട്. വരും വീഡിയോകളിൽ കാണിക്കാം കേട്ടോ. ഇത് ഞാൻ 2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്, ഞങ്ങൾക്ക് 2 പേർ കൂടെ. അതിനുശേഷം അത് അത്യാവശ്യം നല്ലതുപോലെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചിലപ്പം ഞാൻ ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാകുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറുകി തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇത്രയും കുറുക്കാതെ ലൂസായിട്ട് തന്നെ എടുക്കാറുണ്ട്. അപ്പം ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ കുറുക്കിയിട്ടുണ്ട്. അത് വേവണം, പൊടി വേവണം കേട്ടോ. വെറുതെ വെള്ളം വറ്റിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം, അത് നന്നായിട്ട് വേവണം. അതുകൊണ്ട് തന്നെ ഒന്ന് കുറുകി തുടങ്ങുമ്പോൾ തീ കുറച്ചിട്ടിട്ട് ബാക്കി കുറുക്കിയെടുക്കുന്നതാണ് നല്ലത്. ആ സമയം കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും. പാല് ചേർക്കേണ്ടവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് ചേർക്കാതിരിക്കാം, നമ്മുടെ ഇഷ്ടം. പാല് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നു എങ്കിൽ അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം. എനിക്ക് വെള്ളം കുറച്ച് കുറവായിട്ട് തോന്നിയത് കൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. പച്ചവെള്ളം ഒഴിക്കരുത്. പാലും കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, എത്രയും പാല് വേണം, എന്തൊക്കെ ഇടണം എന്നുള്ളത്. അപ്പം നട്ട്സും നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എന്തൊക്കെയുണ്ടോ അതൊക്കെ ചേർക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഡയറ്റിങ് ചെയ്യുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എന്തൊക്കെ ഇടണമെന്ന് തീരുമാനിക്കാം കേട്ടോ. ചിലത് കാലറി കൂടുതലായിരിക്കും, കുറവായിരിക്കും. അതനുസരിച്ച് അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ടേസ്റ്റിന് വേണ്ടി ഞാനിപ്പോൾ ഇത്തിരി മധുരത്തിന് വേണ്ടി കരിപ്പോട്ടി ഇട്ടു, പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇട്ടു. ഇതിനകത്ത് ചിലപ്പോൾ ഞാൻ ബദാം ഇട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് ഷേക്ക് ചെയ്യാറുണ്ട്. വെജിറ്റബിൾസ് വേവിച്ച് ഷേക്ക് പോലെ ഉണ്ടാക്കാറുണ്ട്. ഈ ദിവസങ്ങളിൽ കൂടുതലും പരീക്ഷണങ്ങളാണ് കേട്ടോ. അപ്പം അത് റെഡിയായി രാവിലെ ഇത് കഴിച്ചാൽ പിന്നെ പെട്ടെന്നൊന്നും വിശക്കില്ല. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. രാവിലെ തന്നെ എൻ്റെ പൊന്നി വിയർത്ത് കുതിർന്ന് നിൽക്കുക. ഈ വള്ളിക്ക് നല്ല കട്ടിയുണ്ട് കേട്ടോ, എന്തിനെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മുടി കൊഴിച്ചിലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അന്നേരം പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. വൈറ്റമിൻ ഡി കൊണ്ട് മാത്രമല്ല കേട്ടോ മുടി കൊഴിച്ചിലൊക്കെ വരുന്നത്. അത് ഞാൻ ആ ഫ്ലോയിൽ എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞു പോയതാണ്. തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ, PCODയുടെ പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഹോർമോൺ പരമായിട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മുടിയെ അത് ബാധിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ദൈവകൃപയാൽ ഞാൻ പറഞ്ഞല്ലോ, വൈറ്റമിൻ ഡിയുടെ പ്രശ്നമായിരുന്നു എനിക്ക്. ഞാനതൊരു 2 ടാബ്ലറ്റ് എടുത്തപ്പോഴത്തേക്ക് പൂർണ്ണമായും മാറിയെന്ന് തന്നെ പറയാം. ഇപ്പോൾ 3ാമത്തെ ടാബ്ലറ്റും എടുത്തു, ഒരെണ്ണത്തിൽ 4 എണ്ണം. 4 ആകുമ്പോഴത്തേക്ക് എന്താണ്, അത് മാത്രമല്ല ശാരീരികമായിട്ടും കുറേ പ്രശ്നങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ വൈറ്റമിൻ ഡി കഴിച്ചെന്നും പറഞ്ഞ് അയ്യോ വൈറ്റമിൻ ഡി കഴിച്ചാൽ ശരിയാവുമെന്ന് പറഞ്ഞ് ഓടിച്ചാടി അങ്ങ് അത് മേടിച്ച് കഴിക്കരുത്. ടെസ്റ്റ് ചെയ്യണം. ഞാൻ വൈറ്റമിൻ ഡിയുടെ ഇവിടെ ഞങ്ങൾക്ക് 1000 രൂപയായി കേട്ടോ ടെസ്റ്റ് ചെയ്യാൻ.
വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യുന്നതിന് ഓരോരുത്തടത്ത് ഓരോ റേറ്റ് ആയിരിക്കാം. ചിലയിടത്ത് കൂടുതലായിരിക്കും, ചിലയിടത്ത് കുറവായിരിക്കാം, എങ്ങനെ വേണേലും ആയിരിക്കാം. അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാവൂ. ഇതാ ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഇതാണ്. ഓൺ ആൻഡ് ഓണിൻ്റെ മഹാഭൃംഗരാജ് ഹെർബൽ ഹെയർ ഓയിൽ. നല്ല ഓയിലാണ് കേട്ടോ. മുടി വളരാനാണെങ്കിലും നല്ല സിൽക്കി ആയിട്ട് കിടക്കാനാണെങ്കിലും ഒത്തിരി നല്ലതാണ്. മുടി കൊഴിച്ചിൽ തടയാൻ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ഹോർമോൺ പരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഓയിൽ കൊണ്ട് മാത്രം ഗുണമില്ല. നോർമലായിട്ടുള്ള നമ്മുടെ കൊഴിച്ചിലുണ്ടല്ലോ, അതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഈ സാധനം കേട്ടോ. ഇത് തലയിൽ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് അരമണിക്കൂറാണല്ലോ തലയിൽ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൂടാതെ ഇപ്പം നമ്മുടെ മുടിയൊക്കെ ഷാമ്പു ഇട്ട് കഴിഞ്ഞാലും ഒരു 2-3 തുള്ളി നമ്മുടെ തലയിൽ തേച്ചിട്ട് ഇറങ്ങിയാൽ നല്ല സിൽക്കി ആയിട്ട് കിടക്കും. മുടി പറന്നടിച്ച് കിടക്കത്തില്ല കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ ആയാലും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റുള്ള എണ്ണകൾ തേക്കുമ്പോൾ മുടി കുഴഞ്ഞിരിക്കത്തില്ലേ, അതുപോലെ ഇല്ല. അതായത് നമ്മളിപ്പോൾ പുറത്തോട്ടൊക്കെ പോകുവാണെങ്കിൽ മുടി പാറി പറന്ന് കിടക്കുവാണെങ്കിൽ പലരും ഒരിത്തിരി എണ്ണ ആ മുകൾ ഭാഗത്ത് അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് അപ്ലൈ ചെയ്താൽ അങ്ങനെയുള്ള ആ കുഴഞ്ഞിരിക്കത്തില്ല. നല്ല ഫൈനായിട്ട് നല്ല ഗ്ലോ ആയിട്ട് നമ്മുടെ മുടിയിരിക്കും. കൂടുതൽ വേണ്ട, ഒരു 2-3 തുള്ളി ഞാൻ ഡെയിലി എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോഴോ അതല്ലെങ്കിൽ രാവിലെ മുടി ചീകി കിട്ടുമ്പോഴോ ഇതൊരു 2-3 തുള്ളി എടുത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷമാണ് മുടി ചെയ്യുന്നത് കേട്ടോ. നല്ല മണവുമാണ്. കുറേ പേര് ഇപ്പോഴും റെഗുലറായിട്ട് എൻ്റെ ഇത് മേടിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് അവരുടെ തന്നെ എലമെൻസിൻ്റെ തന്നെ ഷാമ്പു ആണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ആൻറ്റി ഡാൻഡ്രഫിൻ്റെ ആണ്. ചിലപ്പം നോർമലായിട്ടുള്ളത് യൂസ് ചെയ്യും. ഡാൻഡ്രഫിൻ്റെ ഷാമ്പു എന്ന് പറയുന്നത് പറ്റ പോലെ താരനുള്ളവർക്ക് പോലും ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. കാരണം ഞാനിത് പറയുന്നതിൻ്റെ കാര്യം, ഞാൻ പഴയ വീഡിയോ ഇട്ടിരുന്നു, ഇടയ്ക്കൊക്കെ വ്ളോഗിൽ കാണിക്കാറുണ്ടായിരുന്നു. അപ്പോൾ പലർക്കും ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. പക്ഷെ അറിവില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് കേട്ടോ. ഞാൻ വിചാരിക്കുന്ന ഓരോ വ്ളോഗിലും ഓരോ പ്രോഡക്റ്റിനെ പറ്റി ഒന്നുകൂടി ഇനിയൊന്ന് പരിചയപ്പെടുത്താമെന്ന് പഴയതുപോലെ. അപ്പോൾ ഡാൻഡ്രഫിന് വേണ്ടിയുള്ളവർക്കാണ് ഈ ഷാമ്പു. എൻ്റെ തലയിൽ വലിയ ഡാൻഡ്രഫൊന്നും ഇല്ല, എങ്കിലും ഞാൻ ചിലപ്പം ഇതും അപ്ലൈ ചെയ്യാറുണ്ട്. ചിലപ്പോൾ സാധാ, ഇതിപ്പോൾ തീരാറായി, ഇനി അടുത്ത ബോട്ടിൽ എടുക്കണം പുതിയത്. നല്ല മണമാണ് കേട്ടോ. ഒരു നമ്മുടെ എന്താണ്, ചിലർക്ക് ഷാമ്പു ഒക്കെ ഇട്ടാൽ തലവേദന, നീരിറക്കം, അതുപോലെ എണ്ണയാണെങ്കിലും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇത് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഇത് ആദ്യമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നവർ എൻ്റെ അടുത്ത് പറയട്ടെ, നല്ല സുഖ ഉറക്കം കിട്ടുന്നുണ്ടെന്നൊക്കെ പറയാറുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണിപ്പം സ്ഥിരമായിട്ട് ഒരു 1.5 വർഷത്തിൽ കൂടുതൽ, 1.5-2 വർഷമെങ്കിലും ആയി ഈ എണ്ണ ഇതുമാണ് യൂസ് ചെയ്യുന്നത്. സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ ഡെയിലി അപ്ലൈ ചെയ്യുമല്ലോ കേട്ടോ. ഡെയിലി അപ്ലൈ ചെയ്താൽ എൻ്റെ മുടിയൊക്കെ എങ്ങനെ കിടന്നേനെ, നന്നായിട്ട് വളർന്ന് നല്ല ഇതായിട്ട് കിടന്നേ. ഞാൻ മാസത്തിൽ ആദ്യമൊക്കെ ഈ പ്രോഡക്റ്റ് കൈ കിട്ടിയ സമയത്ത് ഡെയിലി യൂസ് ചെയ്യുന്നത്. അതെല്ലാം അങ്ങനെയാണ് കേട്ടോ. എൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ആരംഭശൂരത്വം എന്ന് പറയും. അത് ക്രീം ആയിക്കോട്ടെ, ഫേസ് വാഷ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ആദ്യം കുറേ ദിവസം അങ്ങ് നന്നായിട്ട് യൂസ് ചെയ്യും, പിന്നെ അതിനെ അവിടെ ഇട്ടേക്കും. ഈ ഓയിലാണെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു മാസത്തിലൊരു 2-3 പ്രാവശ്യം പോലും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ടോയെന്ന് സംശയമാണ്. ചില സമയത്ത് ഒരു ഭയങ്കര തലവേദന വരും. അന്നേരമാണ് ഓർക്കുന്നത്, അയ്യോ എണ്ണ വരട്ടാത്തതിൻ്റെ ആയിരിക്കും കേട്ടോ. അത് ആ ദിവസം നല്ലതുപോലെ അങ്ങ് ഹെവി ആയിട്ട് അങ്ങ് തേക്കും. അതാണ് എൻ്റെ സ്വഭാവം. അങ്ങനെ അല്ലാത്തവർക്ക്, ഡെയിലി ഇത് യൂസ് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഇത് യൂസ് ചെയ്യുന്നവർക്ക് നല്ല റിസൾട്ടാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കാം എൻ്റെ മുടിക്ക് ഇത്രയും പ്രശ്നം വന്നത്. കാരണം ഞാൻ ഡെയിലി അപ്ലൈ ചെയ്യാറില്ല. അതിൻ്റെയൊക്കെ ആയിരിക്കാം. ഡെയിലി അപ്ലൈ ചെയ്യുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും കൊഴിച്ചിലൊന്നും ഉണ്ടാവുമായിരിക്കില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ എലമെൻസിൻ്റെ ഓൺ ആൻഡ് ഓണിൻ്റെയൊക്കെ സാധനങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ബോംബെയിൽ നിന്ന് വന്നിട്ട് ആദ്യമായിട്ട് ജോലിയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് അതായിരുന്നു ചെയ്തിരുന്നത് കേട്ടോ. ഇപ്പോഴും ഒരു 3 വർഷത്തിൽ കൂടുതലായി ഞാനിത് തുടങ്ങിയിട്ട്. റെഗുലറായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ബ്യൂട്ടി പർപ്പസിനുള്ള ക്രീമുകളായാലും ഫേസ് വാഷ് ആയാലും ഹെയർ ഓയിൽ, ഷാമ്പൂ, പിന്നെ നമ്മുടെ സോപ്പുകൾ, പേസ്റ്റുകൾ, കവചപ്രാശം, വെൽനസ് പ്രോഡക്റ്റുകൾ, വേദനയ്ക്കുള്ള ഓയില്, ക്രീം, ഇതെല്ലാം ഇപ്പോഴും പലരും എൻ്റെ ഇത് മേടിക്കുന്നുണ്ട്. 100% നല്ല റിസൾട്ടുള്ള പ്രോഡക്റ്റുകളാണ് കേട്ടോ. അത് വാങ്ങിച്ചവർക്ക് മാത്രമേ ഇതിൻ്റെ ഗുണം അറിയത്തുള്ളൂ. എനിക്കറിയാം, അരി കഴുകുന്ന വെള്ളമൊക്കെ പച്ചക്കറികൾക്ക് ഒഴിക്കുന്നതും ചെടികൾക്ക് ഒഴിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. പക്ഷേ എപ്പോഴും ഞാൻ അരി കഴുകുമ്പോൾ മറന്നു പോകും കേട്ടോ. വളരെ ചുരുക്ക സമയത്തെ ഓർക്കാറുള്ളൂ. പക്ഷേ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഓർക്കും, അയ്യോ അത് വെറുതെ കളഞ്ഞല്ലോ, അത് ഒഴിച്ചിരുന്നെങ്കിൽ. ഇപ്പോൾ ചൂട് സമയമല്ലേ, അപ്പോൾ നമുക്ക് ഒഴിക്കായിരുന്നല്ലോ എന്നൊക്കെ ഓർക്കും. പക്ഷെ അന്നേരം അടുക്കളയിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ മറന്നു പോകും കേട്ടോ. എനിക്കറിയാം, ഒരു കമൻറ്റെങ്കിലും വരും, ബെൻസിയ വെള്ളം കളയല്ലേ, അത് നല്ലതല്ലേ ചെടിക്ക് ഒഴിക്കുന്നതെന്ന്. ശരിയാണ്. പക്ഷെ പല കാര്യങ്ങളും അടുക്കളയിൽ നിന്ന് ചെയ്യുമ്പോൾ മറന്നു പോകും. പിന്നീടാണ് ഓർക്കുന്നത്, അയ്യോ അതങ്ങനെ ചെയ്യാമായിരുന്നല്ലോ എന്ന്.
അരി സാധാ വെള്ളത്തിൽ കഴുകിയിട്ട് ലാസ്റ്റിൽ ഇത്തിരി നമ്മൾ ചോറ് വെക്കാൻ വെള്ളം വെച്ചിരുന്നല്ലോ, അതിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളം എടുത്ത് അതിനകത്തൂടെ ഒന്ന് കഴുകി. കഴിഞ്ഞ വ്ളോഗിൽ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, മിൻസി കാൽവേദന മാറിയോ, എങ്ങനെയുണ്ട്? അത് എൻ്റെ പഴയ വ്യൂവേഴ്സാണ് കേട്ടോ, അവർക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. അതേപോലെ തന്നെ കാൽവേദനയും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ധാരാളം പേര് അതിനകത്ത് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അയ്യോ, ഇപ്പോഴും ആ വീഡിയോ ഭയങ്കരമായിട്ട് പലരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞാൽ ഈ ഓവർ വർക്കുള്ള ദിവസം എനിക്ക് രാത്രിയിൽ നല്ല വേദനയാണ് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എലമെൻസിൻ്റെ ചാമ്പ്യൻ ഓയിൽ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച എല്ലാവർക്കും അറിയാം അതിൻ്റെ ഗുണം എന്താണെന്ന്. അത് അപ്ലൈ ചെയ്തിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് രാവിലെ സുഖമായിട്ട് വീണ്ടും എണീക്കും. അങ്ങനെയാണ് എൻ്റെ റുട്ടീൻ കേട്ടോ. ഒത്തിരി വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എല്ലാ വീട്ടമ്മമാർക്കും അങ്ങനെയായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടുജോലി മാത്രമല്ലല്ലോ, ബിസിനസ്സിൻ്റെ അച്ചാറുണ്ടാക്കുന്നു, ചിപ്സ് ഉണ്ടാക്കുന്നു, അതിനുവേണ്ടി ഇതാ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു, ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ എക്സ്ട്രാ പണിയാണ്. അതുകൊണ്ട് വേറെ ജോലിക്കാരൊന്നുമില്ല. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വിളിക്കാറുള്ളൂ കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. സമയം കിട്ടുമ്പോഴൊക്കെ ഉള്ളി ഇഞ്ചിയൊക്കെ ഇങ്ങനെ പൊളിച്ച് വെക്കുന്നതുകൊണ്ട് ഇപ്പം അധികം അങ്ങനെ വിളിക്കാറില്ല. കാരണം വിളിക്കുവാണെങ്കിൽ, നമ്മൾ ഹെൽപ്പിന് വിളിക്കുവാണെങ്കിലും തൂത്തുവാരി തുടയ്ക്കാനും പിന്നെ എന്തെങ്കിലും അരിയാനും പെറുക്കാനും ഒക്കെയാണ് കേട്ടോ. അല്ലാതെ അച്ചാറടക്കം ഞാൻ ആരെയും ഏൽപ്പിക്കാറില്ല. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, സാമ്പാറിന് വേണ്ടി മത്തങ്ങ എടുത്തപ്പോൾ അതിൻ്റെ കുരു നമ്മൾ നിസ്സാരമെന്ന് കരുതും കേട്ടോ. പക്ഷെ ഇതിൻ്റെയൊക്കെ റേറ്റ് ഒന്ന് ആമസോണിൽ നോക്കണം. മത്തങ്ങയുടെ കുരുവും വെള്ളരിയുടെ സീഡും ഒക്കെ നമ്മുടെ ഹെൽത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അത് പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മത്തങ്ങാക്കുരു കുറേയുണ്ട്. ഇത് പക്ഷെ നല്ല ദൃഢതയുള്ള കുരു അല്ലായിരുന്നു കേട്ടോ. അങ്ങനെയുള്ളത് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഞാനിത് പച്ചയ്ക്കും കഴിക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത്രയും ഉണ്ടല്ലോ, അതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് കഴിക്കാമെന്ന്. ബോംബെയിലായിരുന്ന സമയത്തെ ഞങ്ങളുടെ ചർച്ചിലൊരു പുഷ്പ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി ഒന്നും വേസ്റ്റ് ആക്കത്തില്ല കേട്ടോ. പല സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ചേച്ചി ഇതുപോലെ ഇങ്ങനെ മത്തങ്ങാക്കുരുവൊക്കെ ഉണ്ടെന്നുണ്ടെ അവിടെ മുറ്റമൊന്നും ഇല്ലല്ലോ, അവിടെ ഗ്രില്ലിൻ്റെ അവിടെ അടുക്കള സൈഡിൽ ഇത്തിരി വെയിൽ കിട്ടുന്നതുകൊണ്ട് അവിടെ വെച്ച് ഉണക്കിയെടുക്കുമെന്ന് പറയാം. അതുപോലെ തന്നെ മഞ്ഞൾ, ഒരു ചെടിച്ചട്ടിയിൽ ഒരു മൂട് മഞ്ഞൾ നട്ടിട്ട് അതിൻ്റെ ഇലയിട്ട് ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുമായിരുന്നു. ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ. മുറ്റത്തും മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന കണക്ക് നമുക്ക് ഇതൊക്കെ നിസ്സാരമാണ്. അതുപോലെ പനിക്കൂർക്ക ഇതുപോലെ ചെടിച്ചട്ടിയിൽ വളർത്താറുണ്ടായിരുന്നു. അതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കും. അങ്ങനെയൊക്കെ പല സംസാരത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതെടുത്തപ്പോൾ ഞാൻ അതാണ് ഓർത്തത്, പുഷ്പേച്ചിയാണ് ഓർത്തത്. ഞാൻ കൂടുതലും പച്ചയ്ക്ക് സാമ്പാറിനൊക്കെ അരിയുമ്പോൾ പച്ചയ്ക്ക് തന്നെ ചവച്ച് തിന്നാറുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ പിച്ചടുണ്ടല്ലോ അതങ്ങ് തുപ്പിക്കളയും. നമ്മൾ നിസ്സാരം എന്നൊക്കെ തോന്നും കേട്ടോ, പക്ഷേ ഇതൊക്കെ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ സാമ്പാർ വെക്കാനായിട്ട് ഞാൻ ഇവിടുന്ന് സെയിൽ ചെയ്യുന്ന എൻ്റെ സാമ്പാർ പൊടി തന്നെയാണ് ഇട്ടിരിക്കുന്നത്. വെച്ചവർക്കൊക്കെ അറിയാം. നമുക്ക് ആവശ്യത്തിന് ഇട്ടിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടു, മല്ലിയില ഇട്ടു, കറിവേപ്പില ഇട്ടു, സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഞാൻ കാണിച്ചിരുന്നല്ലോ. പിന്നെ അതിനകത്ത് സവാള ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് ഇപ്പോൾ കാണുമ്പോൾ ചിന്തിക്കും, അയ്യോ കുക്കറിനകത്ത് അങ്ങ് കുഴഞ്ഞു പോവില്ലേന്ന്. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആ എന്നുള്ള ശൂളം വിളി കേൾക്കുന്ന ഉടനെ അങ്ങ് ഓഫ് ചെയ്താൽ മതി കേട്ടോ. മാന്തലാണ്. എനിക്ക് മാന്തൽ ഫ്രൈയോട് അത്ര പ്രിയമില്ല കേട്ടോ. എന്നാൽ നമ്മുടെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ, മാന്തൽ മേടിച്ച് അയച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് വേണ്ടി അയച്ചിട്ട് ബാക്കി വരുന്നതാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. എനിക്ക് മത്തിയോടാണ് പ്രിയം മാന്തലിനേക്കാളും. അതിന് ചെറിയ മാന്തലാണോ വലിയ മാന്തൽ കിട്ടുമോ അതേക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അപ്പം മാന്തൽ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ അതിൽ വലിപ്പമുള്ളത് അയച്ചിട്ട് ചെറുതാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. മാന്തൽ കുറേ നേരം വെള്ളത്തിലിട്ട് കുതിരണം കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. തെറ്റോ ശരിയോ എന്ന് എനിക്കറിയില്ല. തെറ്റാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുത്തി തരണം. മത്തിയൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് മുമ്പ് വെള്ളത്തിൽ ഇട്ടാൽ മതി, പെട്ടെന്ന് അങ്ങ് റെഡിയാവും. പക്ഷെ മാന്തൽ അങ്ങനെയല്ല, കുറേ മണിക്കൂറുകൾ വെള്ളത്തിൽ ഇടണമെങ്കിൽ അതിൻ്റെ തൊലി നന്നായിട്ട് ഉരിഞ്ഞു വരത്തുള്ളൂ. അപ്പം ജോസാൻ പറയാം അതിൻ്റെ തൊലിയൊന്നും കളയണ്ട, അല്ലാതെ അങ്ങ് വറുത്താൽ മതി. പക്ഷേ അതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പം സാമ്പാറിനകത്ത് ഒറ്റ വിസിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓഫ് ചെയ്തിട്ടിരുന്നു. കൊഴുപ്പിന് വേണ്ടി ഇത്തിരി ഉരുളക്കിഴങ്ങൊന്നും ഉടച്ച് ചേർത്തതാണ് കേട്ടോ. പുളിവെള്ളം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പം നല്ലപോലെ തിളച്ച് ഉലുവാപ്പൊടിയൊക്കെ ഇട്ട് കടുക് താളിച്ചിങ്ങെടുത്താൽ മതി. ഞാൻ കടുക് താളിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അങ്ങ് മത്തി വറക്കാമെന്ന് വെച്ചു. ആ സമയം കൊണ്ട് മാന്തൽ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിൻ്റെ തൊലി കളയും. നല്ലതുപോലെ ഇനി ഉരിഞ്ഞു വരുമെന്നേ. ഇതിൻ്റെ പച്ച മാന്തൽ എന്നല്ലാതെ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ്, കണ്ണില്ലാ മങ്ക, അങ്ങനെ ഒരു പേരുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേരെന്നൊന്ന് പറയണേ.
അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൽ ഒരു സൈഡിൽ ഒത്തിരി ഒന്നുമില്ല ഇളക്കാനായിട്ട്, എങ്കിലും ഞാൻ ട്രൈ ചെയ്തുള്ളതൊക്കെ ഇങ്ങനെ വലിച്ചിളക്കും. മറ്റേ സൈഡാണ് കൂടുതലും. പക്ഷേ ഇതിൻ്റെ പച്ച ഞാൻ ബോംബെ വെച്ച് ശരിക്കും യൂസ് ചെയ്തിട്ടുണ്ട്. തോരൻ വെക്കാൻ ബെസ്റ്റാണ് കേട്ടോ. അതൊന്ന് ചൂട് കയറുമ്പോഴേ ആ മാംസം ഇനി വീർത്ത് വരും. നല്ല ടേസ്റ്റാണ് മാന്തലിൻ്റെ മീൻ പീര പറ്റിച്ചത്. അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാനും നല്ലതാണ്. കറി വെച്ചിട്ടില്ല ഞാനിതുവരെ. ചെറുതാണെങ്കിൽ പോലും ഫ്രൈ ചെയ്യാനും തോരൻ വെക്കാനും പീര പറ്റിക്കാനും വളരെ നല്ലതാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ മത്തി ഫ്രൈ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വെയിലത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ വെയിൽ നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല, അന്യായ വെയിലാണ്. നമ്മൾ ഒരു 10 മിനിറ്റ് പോലും മുറ്റത്ത് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. അൺസഹിക്കബിൾ ഹൊറിബിൾ എന്ന് പറഞ്ഞാൽ മതി. അപ്പോഴത്തേക്ക് താണ്ട അതങ്ങ് നന്നായിട്ട് ഉണങ്ങിയ പാത്രത്തിൽ അങ്ങ് ഒട്ടിപ്പിടിച്ചു. അത് ഞാനൊന്ന് ഇളക്കി നോക്കുവാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ദൃഢതയില്ലാത്ത അതിൻ്റെ സീഡായതുകൊണ്ട് തന്നെ അതിനകത്ത് വലിയ ഗുണമില്ലായിരുന്നു കേട്ടോ. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് വെച്ചപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പച്ചയ്ക്ക് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലായിരുന്നു അതിനകത്ത് അധികം നല്ല സീഡല്ലാന്ന്. എങ്കിലും ഞാൻ കളഞ്ഞില്ല. ഞാൻ അവിടെ ഇരുന്ന് കുറേ സമയം എടുത്ത് അത് പൊളിച്ച് തിന്നു, വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. എത്രയൊക്കെയാണെങ്കിലും അതിൻ്റെ ഗുണമില്ലാതിരിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പൊളിച്ച് കഴിച്ചു. ഇതുപോലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പറയണം കേട്ടോ. അതുപോലെ പച്ചയ്ക്ക് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പച്ചയ്ക്ക് മത്തങ്ങയല്ല, മത്തങ്ങയും ഞാൻ കഴിക്കാറുണ്ട്. അതിൻ്റെ സീഡ് കഴിച്ചിട്ടുണ്ടോ എന്നൊന്ന് പറയണം കേട്ടോ. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചില്ലായിരുന്നു പൈനാപ്പിളും ക്യാരറ്റും ഇട്ട് അച്ചാറിന് വേണ്ടി മേടിച്ചുകൊണ്ട് വന്നേ. അപ്പോൾ ഇന്ന് അച്ചാറിടേണ്ട ദിവസമായിരുന്നു. അപ്പം അതിൻ്റെ അച്ചാറിടണം. അപ്പോൾ അതിൻ്റെ ആ നടുഭാഗം ഞങ്ങൾ അതിൻ്റെ കൂഞ്ഞെന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നറിയില്ല, കട്ടിയുള്ള ഭാഗം അത് അച്ചാറിനിടത്തില്ല. അത് പക്ഷേ ചിലത് നമ്മൾ ഈ കുഞ്ഞ് കഴിച്ചാൽ വാ പൊട്ടും കേട്ടോ. ഇതിൻ്റെ പക്ഷേ വായൊന്നും പൊട്ടില്ല, നല്ല മധുരമായിരുന്നു. നമ്മൾ ജ്യൂസ് അടിക്കാൻ നേരം പോലും ഇത് അവോയ്ഡ് ചെയ്യണം, കാരണം ഇത് ചൊറിയും. ചിലതൊക്കെ ഭയങ്കര ചൊറിച്ചിലായിരിക്കും. പക്ഷേ എന്തോ ഇത് കഴിച്ചിട്ട് ചൊറിഞ്ഞുമില്ല, വായും പൊട്ടിയില്ല, നല്ലതായിരുന്നു. അതേ ദിവസം തന്നെ എനിക്ക് അച്ചാർ ഇടണമായിരുന്നു, മീനച്ചാറ്. റെഗുലറായിട്ട് ഞാൻ അച്ചാറിടാൻ എടുക്കുന്നത് കേരയാണ്, കേരച്ചൂരയാണ്. പിന്നെ ആരെങ്കിലും സ്പെഷ്യൽ ഓർഡർ വന്നാൽ മോദ, വറ്റ, അതുപോലെ തന്നെ നെയ്മീനൊക്കെ ചെയ്യാറുണ്ട്. പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, ബെൻസിയും കേരച്ചൂരയ്ക്ക് കറുപ്പുണ്ടോ എങ്ങനെയാണെന്ന്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കറുപ്പില്ല, എന്നാൽ ചിലതിന് ഇത്തിരി കറുപ്പുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇടയ്ക്കൊക്കെ ചെറിയ പീസ് പോലെ കാണുന്നത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ, എൻ്റെ തെറ്റാണെങ്കിൽ നിങ്ങൾ പറയണം. കാരണം കേരയുടെ കറുപ്പ് നമ്മൾ കഴുകിയാൽ അതിൻ്റെ ആ കളറ് ഫുൾ ബ്ലാക്ക് ഉള്ളതങ്ങ് മാറി ഒരു നോർമൽ കളറാവും. സാധാ ചൂരയുടെ കൂട്ടല്ല. സാധാ ചൂര അതിൻ്റെ കറുപ്പ് എത്ര കഴുകിയാലും അത് മാറത്തില്ല. പക്ഷേ കേരയുടെ നമ്മൾ കഴുകിയെടുക്കുമ്പം അതിൻ്റെ ആ ഓവർ കറുപ്പങ്ങ് മാറും. എൻ്റെ ഇന്ന് അച്ചാർ മേടിച്ചവർക്ക് അറിയാം. അപ്പോൾ കഴുകുമ്പോൾ കളറ് മാറിയാലും ചിലതിന് കറുപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഞാനത് അച്ചാറിന് എടുക്കാറില്ല കേട്ടോ. ഞങ്ങളത് കറി വെക്കാനോ വറക്കാനോ ഒന്നിനും എടുക്കാറില്ല, കളയുകയാണ് പതിവ്. പിന്നെ നമുക്കിത് കറുപ്പാണോ വെള്ളയാണോ നോക്കിയെടുക്കാനും പറ്റില്ല, കാരണം ഫുള്ളായിട്ടുള്ള മീനാണല്ലോ ലേലം വിളിക്കുന്നത്. 40 കിലോ 50 കിലോ അത് വെട്ടുമ്പോഴേ നമുക്കറിയത്തുള്ളൂ. പുറമേ അതിൻ്റെ ആ കളറൊക്കെ നോക്കി ഒരു ഊഹം വെച്ചാണ് എടുക്കുന്നത്. കറുപ്പ് കാണത്തില്ല, വെള്ളയായിരിക്കും എന്നുള്ള ചിന്തയിൽ ഒരിക്കലും കറുപ്പ് അങ്ങനെ എടുക്കാറേ ഇല്ല. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഊണ് റെഡിയായി. തോരനല്ല, മെഴുക്കുവരട്ടി, തലേന്നത്തെ ബീട്രൂട്ട് മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അതും സാമ്പാറും മീൻ വറുത്തതും നല്ലൊരു കോമ്പിനേഷനായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടെന്നറിയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും ഉടനെ അടുത്ത വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ ബൈ. ഗോഡ് ബ്ലസ് യു.